ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഈവനിങ് ടൈമാണ് കേട്ടോ. മുഹമ്മദ് അലി റോഡിൽ നിന്ന് നമ്മൾ നേരെ വേറൊരു മാർക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ടാക്സി പിടിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫൈസലും സഫീദയൊക്കെ ആണ്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബേക്കറി ഐറ്റം വാങ്ങാനുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡായിട്ടുള്ള ഒരു ബഹളം പിടിച്ച ഒരു ഏരിയയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു ഓർമ്മ അതും ഇതൊക്കെ ആയിട്ട് നമ്മളെ തലയൊക്കെ ഒന്ന് പെരുകുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ബാഗ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു വയസ്സായൊരു ഒരു ആളുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ബാഗൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്ലാക്ക് ബാഗായിരുന്നു കേട്ടോ. ഇത് ഞാൻ വേറെ 2-3 വാങ്ങി. പിന്നെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് വേറൊരു കളർ എടുത്തു കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് മോനും കൊണ്ട് വാഷ്റൂമിൽ പോയ സമയത്ത് ഈ പാവം മനുഷ്യൻ എന്താണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ഈ കവറൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ ചോദിക്കാതെ തന്നെ ഒരു കവർ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇതിൻ്റെ അകത്ത് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വേറെ ഒന്നുമില്ല, പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു ടൈപ്പ് ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല മനുഷ്യന്മാരും ഉണ്ടാവാം. പിന്നെ അദ്ദേഹം എല്ലാം ഇങ്ങനെ എടുത്തു വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അദ്ദേഹത്തോട് താങ്ക്സൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് നേരെ ഒരു മൊബൈൽ കവർ വാങ്ങാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ ഇത് വാങ്ങി. പിന്നെ ഹസ്ബൻഡ് വരാനായിട്ട് കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അപ്പോൾ അവിടെ ബേക്കറിയിൽ കയറി. പിന്നെ ഞാനാണെങ്കിൽ ടയർഡായിട്ട് ഒരു മാതിരി അങ്ങനെ അവിടെ ഒരു കസാര വെച്ചിട്ടിരുന്നു. പിന്നെ പിള്ളേരും ഹസ്ബൻഡും കൂടിയിട്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ള പേടയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പേട ഉണ്ടായിരുന്നു. പിന്നെ മോൾ കൊണ്ടുവന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ എവിടെ പോയെന്ന് വെച്ചാൽ ഒരു ടാക്സി പിടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിവിടെ ഒരു എന്തോ പള്ളിയാണെന്ന് തോന്നുന്നു, എന്തെന്നറിയില്ല. പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇത്. അപ്പോൾ അങ്ങനെ നിന്നു. പിന്നെ നമ്മൾ ഈ ഒരു ടാക്സിൻ്റെ ഇഷ്ടം നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് ഇന്ത്യ അത്ര വശമില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അതില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് അങ്ങനെ റൂമിലോട്ട് പോവുകയാണ്. ോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നമുക്ക് ഹിന്ദി വലിയ വശമല്ല, പിന്നെ അയാൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ നേരെ റൂമിൽ പോയി. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എല്ലാം ഇങ്ങനെ മാറ്റി വെക്കുകയാണ്, എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ബേക്കറി വാങ്ങുമ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. ഇവിടുത്തെ മെയിനായിട്ടുള്ള കുറേ ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലധികം കിട്ടാത്ത ഉള്ള സാധനങ്ങൾ കിട്ടും, പക്ഷേ എത്ര ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടില്ല. അങ്ങനെ ലൈബുക്കുട്ടി ഡ്രസ്സൊക്കെ എടുത്ത് അവർ വാങ്ങിയിട്ടുള്ള നമ്മൾ വാങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ്. നമുക്കിങ്ങനെ പാക്കിങ് ചെയ്യാണ് കേട്ടോ. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് നാട്ടിൽ പോകണം. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്തെടുത്താൽ പിന്നെ ജോലി കഴിഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ താഴെ വന്നിട്ട്. അങ്ങനെ നമ്മളത് ഒരു ഹോട്ടലിലെത്തി കേട്ടോ. അവിടുത്തെ ഫുഡെന്ന് വെച്ചാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും സമാധാനമായത്. നമ്മൾ വന്ന് പിന്നെ നമുക്ക് നേരെ ഒരു ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്തുന്നപ്പോൾ നല്ല അടിപൊളി ഫുഡ്. അങ്ങനെ പിന്നെന്താണ് ദോശ, ഗോതമ്പ് ദോശ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ചിക്കൻ ഫ്രൈ ഒന്നും പറയണ്ട, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ റൂമിൽ നിന്ന് ഒരു 20 മിനിറ്റൊക്കെ ഈ സമയം നടക്കേണ്ടതുണ്ട് ഇവിടേക്ക്. എന്നാലും പ്രശ്നമില്ല, നല്ല ഫുഡാണല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ ഏതായി പേര് എന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, എന്തോ കളയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് വിടുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്